UDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്കായി ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലേക്ക്. നഗരത്തിൽ കനത്ത സുരക്ഷയും ക്രമീകരണങ്ങളും ഏർപ്പെടുത്തി. രാവിലെ 7 മണി മുതൽ നഗരത്തിൽ പ്രത്യേക ഗതാഗത ക്രമീകരണവും ഉണ്ടായിരിക്കും. പൊതുജനങ്ങൾക്ക് ചടങ്ങ് തത്സമയം കാണുന്നതിനായി MLA ഹോസ്റ്റൽ, മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ നഗരത്തിലെ 6 ഇടങ്ങളിൽ LED ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അശ്വിൻ ഡിയാഗോ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. VD സതീശൻ സർക്കാരിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ സെൻട്രൽ സ്റ്റേഡിയത്തിൽ പുരോഗമിക്കുകയാണ്. പ്രതികൂല കാലാവസ്ഥയിലും അതിവേഗം തന്നെ ഈ സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളിലേക്ക് കടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. നിലവിലിപ്പോൾ പ്ലാറ്റ്ഫോമുകൾ കെട്ടി ഉയർത്തുന്ന ഒരു പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതീവ സുരക്ഷയിലാണ് പോലീസ് ഉദ്യോഗസ്ഥരടക്കം വിവിധ വകുപ്പുകളായി തിരിഞ്ഞ് ഇവിടെ പരിശോധനകൾ നടത്തിയാണ് ഈ ഒരു നിർമ്മാണം പുരോഗമിക്കുന്നത്. LED സ്ക്രീനുകളടക്കം സജ്ജീകരിച്ചിട്ടുണ്ട് ഇവിടെ എത്തുന്നവർക്ക് വേണ്ടി. ഏതാണ്ട് 1 ലക്ഷത്തോളം പേർ മാത്രം നാളെ സത്യപ്രതിജ്ഞ കാണുന്നതിനു വേണ്ടി സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് എത്തും എന്നുള്ളതാണ് പോലീസിന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ വിവിധ ഇടങ്ങളിൽ പാർക്കിംഗ് സൌകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല നാളെ രാവിലെ 7 മണി മുതൽ തന്നെ നഗരത്തിൽ ഗതാഗത ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. VIP പാർക്കിംഗിന് പ്രത്യേക സ്ഥലങ്ങൾ നൽകിയിട്ടുണ്ട്. അവിടെയാണ് സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി എത്തുന്ന മന്ത്രിമാരും അതുപോലെ തന്നെ പ്രത്യേകം ക്ഷണിച്ചിട്ടുള്ള അതിഥികളുടെയും വാഹനങ്ങൾ പാർക്ക് ചെയ്തതിന് സൌകര്യം ഒരുക്കിയിട്ടുള്ളത്. പൊതുജനങ്ങൾ വാഹനം പാർക്ക് ചെയ്യേണ്ട സ്ഥലങ്ങളും പോലീസ് കൃത്യമായി തന്നെ അറിയിച്ചിട്ടുണ്ട്. ഈ ഭാഗങ്ങളിൽ മാത്രമായിരിക്കും വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള അനുമതി ഉണ്ടാകുക. അനധികൃതമായി പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾ റിക്കവറി വാൻ ഉപയോഗിച്ച് നീക്കം ചെയ്യും എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ജനറൽ പബ്ലിക്കാണ്, ധാരാളം ആയിരക്കണക്കിന് പബ്ലിക്കാണ് ഇവിടെ വരാൻ പോകുന്നത്. അതാണ് 90% ക്രൗഡ് വിൽ ബി ജനറൽ പബ്ലിക്, ഓൺലി 10% വിൽ ബി ദി VIPs. അതുകൊണ്ട് ഈ ക്രൗഡ് വരാൻ അകത്ത് കയറാനായിട്ടുള്ള പ്രത്യേക എൻട്രി ഏർപ്പാട് ചെയ്തിട്ടുണ്ട്, പ്രത്യേക വഴി ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. നാളെ 10 മണിയോടുകൂടിയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ തുടങ്ങുക. 8 മണി മുതൽ ഇവിടെ പൊതുജനത്തിനുള്ള പ്രവേശനം ആരംഭിക്കും. ഇവിടെ എത്തുന്ന VVIPകൾക്കെല്ലാം ഇസർപ്ലസ് കാറ്റഗറിയുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ കർശന പരിശോധനയാണ്, പഴുതടച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരുക്കിയിട്ടുള്ളത്. എന്തായാലും ഈ മഴ ഒരു ചെറിയ ആശങ്കയുണ്ടെങ്കിൽ പോലും അണികളുടെ ആവേശത്തിന് ഒരു കുറവുണ്ടാകില്ല എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. 1 ലക്ഷത്തിലധികം ആളുകൾ നാളെ ഇവിടേക്ക് എത്താനാണ് സാധ്യത. അതിനുള്ള ഒരുക്കങ്ങൾ അവസാന വട്ടത്തിലേക്ക് കടന്നിട്ടുണ്ട്. അതിവേഗത്തിൽ തന്നെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ പണികൾ പുരോഗമിക്കുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് നന്ദകിഷോറിനൊപ്പം റിപ്പോർട്ടർ അശ്വിൻ ഡിയേഗോ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.